മുരുടേശ്വർ കർണാടക സംസ്ഥാനത്തിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഭട്കൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മുരുടേശ്വർ. ത്രിമൂർത്തികളിൽ ഒരാളായ ശിവഭഗവാന്റെ മറ്റൊരു നാമമാണ് മുരുടേശ്വർ. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയ്ക്ക് പേരുകേട്ട സ്ഥലം. സൗത്ത് ഇന്ത്യയിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രം മുരുടേശ്വർ ടെമ്പിൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 3 ഭാഗവും അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട കാണ്ടുക കുന്നിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി 237 അടി ഉയരത്തിൽ 20 നിലകളോട് കൂടിയ ഒരു മനോഹരമായ രാജഗോപുരം പണിതിട്ടുണ്ട്. ഈ രാജഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് 123 അടി ഉയരത്തിലുള്ള ശിവപ്രതിമയുടെയും അറബിക്കടലിൻ്റെയും ദൃശ്യം അതിസുന്ദരമാണ്. രാജഗോപുരത്തിന് മുകളിലേക്കായി ഒരു ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. 10 രൂപ കൊടുത്താൽ ആർക്കും ലിഫ്റ്റിൽ കയറി 18ാം നിലയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്താം. രാജഗോപുരത്തിൻ്റെ 18ാം നിലയിൽ നിന്നും ചുറ്റുപാട് മുഴുവൻ ക്യാമറയിൽ പകർത്താൻ നിങ്ങൾക്കാവില്ല. രാജഗോപുരത്തിൻ്റെ വലിയൊരു പരിമിതിയായി എനിക്കത് തോന്നി. ചെറിയ ജനൽപ്പാളികളിലൂടെ വേണം നമ്മൾക്ക് ദൃശ്യങ്ങൾ പകർത്താൻ. ക്യാമറയൊന്ന് ചലിപ്പിക്കുമ്പോഴേക്കും ജനലിൻ്റെ ഭാഗങ്ങൾ ക്യാമറയിൽ വന്ന് പെടും. കുറച്ചുകൂടി വീതിയുള്ള ജനലുകൾ ഇവിടെ നിർമ്മിക്കപ്പെടേണ്ടതായിരുന്നു. ഇവിടെ നിന്നും ക്യാമറയിൽ ഒരു 360 ഡിഗ്രിയിൽ പകർത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ അതൊരു അത്യപൂർവമായ കാഴ്ചയായി മാറുമായിരുന്നു. സെൻറ് മേരീസ് ഐലൻഡിലെ സന്ദർശന ദിവസം ഉടുപ്പിയിൽ തന്നെ തങ്ങി. ഉടുപ്പിയിലെ താമസം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമായതുകൊണ്ട് മുരുടേശ്വറിലേക്ക് ബസ്സിന് പോകാമെന്ന് കരുതി. ബസ് കയറി ടിക്കറ്റ് എടുത്തത് ഭട്കലിലേക്കായിരുന്നു. ഭട്കലിൽ റൂം എടുക്കുന്നതാണ് നല്ലത്, ഉടുപ്പിയിലെ ഹോട്ടൽ മാനേജർ നിർദ്ദേശിച്ചു. ഇൻ്റർനെറ്റിൽ ഭട്കലിനെ പറ്റി നല്ല റിവ്യൂസ് അല്ല എനിക്ക് ലഭിച്ചത്. ഭട്കലിലെ ജനങ്ങൾ അത്ര നല്ല ആറ്റിറ്റ്യൂഡ് അല്ലെന്നാണ് ലഭിച്ച വിവരം. എങ്കിലും ഭട്കലിലെ ബസ് സ്റ്റാൻഡിന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള ഒരു ഹോട്ടൽ തിരഞ്ഞെടുത്തു. ഹോട്ടലിൻ്റെ പേര് നിലവാര. പേര് പോലെ തന്നെ നിലവാരം പുലർത്തിയ ഹോട്ടൽ. വളരെ റീസണബിൾ പ്രൈസ്, വെറും 500 രൂപയിൽ താഴെ. ഭട്കലിൽ നിന്നും 20 മിനിറ്റ് സഞ്ചരിച്ചാൽ മുരുടേശ്വറിൽ എത്തിച്ചേരാം. മംഗലാപുരത്തു നിന്നും 122 കിലോമീറ്റർ അകലെയാണ് മുരുടേശ്വർ. മംഗലാപുരം മുംബൈ കൊങ്കൺ റെയിൽപാതയിൽ മുരുടേശ്വറിലായി ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. രാജഗോപുരത്തിൽ നിന്നും പുറത്തിറങ്ങി ക്ഷേത്ര പരിസരത്തേക്ക് കയറി. ക്ഷേത്ര പരിസരത്തു കൂടിയാണ് ശിവപ്രതിമയുടെ അരികെ എത്തിപ്പെടുകയെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ക്ഷേത്ര ദർശനവും പ്രതിമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയേണ്ടി വരും. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ശിവപ്രതിമയ്ക്കരികിൽ എത്തിച്ചേരാം. ആദ്യമായി സന്ദർശനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ശിവപ്രതിമയ്ക്കരികിലേക്കുള്ള വഴി ചെറിയൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കും. രാജഗോപുരത്തിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡ് എന്ന ബോർഡുണ്ടെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരിടം. അതിന് മുന്നിലൂടെ കടൽഭിത്തിയോട് ചേർന്നുള്ള വഴിയിൽ മുന്നോട്ട് നടന്നാൽ പ്രതിമയ്ക്കരികിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായാണ് ശിവപ്രതിമ നിലകൊള്ളുന്നത്. ശിവപ്രതിമ നിൽക്കുന്ന ഈ ഇടത്തിൻ്റെ പ്രതിമകൾക്ക് പുറമെ നിരവധി പ്രതിമകൾ കൂടിയുണ്ട്. ഇതൊരു സ്റ്റാച്യു പാർക്കാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു നല്ല പിക്നിക് കേന്ദ്രം കൂടിയാണ്. മുരുടേശ്വർ ശിവപ്രതിമ കൂടാതെ രാവണൻ, ഗണപതി വേഷം മാറി വന്ന ബ്രാഹ്മണ യുവാവ്, സൂര്യദേവൻ, അർജുനൻ, കൃഷ്ണൻ, രഥം എന്നിങ്ങനെ നിരവധി പ്രതിമകൾ നമുക്ക് കാണാം. ഇതിഹാസമനുസരിച്ച് കടുത്ത ശിവഭക്തനായിരുന്ന രാവണൻ തപസ്സനുഷ്ഠിച്ച് ശിവനിൽ നിന്നും ആത്മലിംഗം നേടിയെടുക്കുന്നു. ആത്മലിംഗം നേടിയ ആൾ ലിംഗത്തെ സ്ഥിരമായി പൂജിക്കുകയാണെങ്കിൽ മരണമുണ്ടാകില്ലെന്നാണ് വിശ്വാസം. രാവണൻ കൈലാസത്തിൽ നിന്നും ആത്മലിംഗവുമായി പുറപ്പെട്ട വിവരം നാരദൻ മഹാവിഷ്ണുവിനെ അറിയിക്കുന്നു. ഗണപതിയെ അത് തടയുന്നതിനായി നിയോഗിക്കുന്നു. രാവണൻ ഗോകർണത്ത് എത്തിച്ചേർന്ന സമയം ഗണപതി ബ്രാഹ്മണ യുവാവായി മാറി രാവണന്റെ മുന്നിൽ എത്തുന്നു.
ഈ സമയം മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറച്ചു പിടിക്കുന്നു. സന്ധ്യയായെന്ന് തെറ്റിദ്ധരിച്ച് രാവണൻ തൻ്റെ പക്കലുള്ള ആത്മലിംഗം ബ്രാഹ്മണ യുവാവിനോട് സന്ധ്യാസമയത്തെ പൂജ കഴിയുന്നതുവരെ പിടിക്കാൻ ആവശ്യപ്പെടുന്നു. ആത്മലിംഗം നിലത്ത് വയ്ക്കാൻ പാടില്ല. ഗണപതി 3 തവണ താൻ വിളിക്കും എന്നും ആ വിളി കേട്ടില്ലെങ്കിൽ താഴെ വയ്ക്കും എന്നും പറയുന്നു. പൂജയിൽ മുഴുകി സ്വയം മറന്ന രാവണനെ ശബ്ദം താഴ്ത്തി ഗണപതി, അതായത് ബ്രാഹ്മണ യുവാവ് വിളിച്ചെങ്കിൽ കേട്ടില്ല. ബ്രാഹ്മണ യുവാവ് ആത്മലിംഗം നിലത്ത് വയ്ക്കുന്നതോടെ അത് ഗോകർണത്ത് ഉറച്ചു പോകുന്നു. രാവണൻ പറിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. മഹാവിഷ്ണുവും ഗണപതിയുമെല്ലാം ചേർന്ന് നല്ലൊരു കാര്യത്തിനു വേണ്ടി നടത്തിയ നാടകമായിരുന്നു ഇത്. ഗോകർണത്തുറച്ചു പോയ ആത്മലിംഗത്തെ രാവണൻ കോപത്തോടെ പിരിച്ചു പറിക്കുമ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ പല ഭാഗങ്ങളിലായി തെറിച്ചു വീഴുന്നു. അതിലൊന്ന് മുരുഡേശ്വറിലും വന്ന് പതിക്കുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ മുരുഡേശ്വർ ശിവഭഗവാൻ അനുഗ്രഹിക്കപ്പെട്ട ഇടമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ആത്മലിംഗത്തിൻ്റെ കഥ ഈ പ്രതിമയ്ക്ക് താഴെയായി ഭൂകൈലാസം എന്നൊരു ഗുഹയ്ക്കുള്ളിൽ പ്രതിമകളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 രൂപ ടിക്കറ്റ് എടുത്ത് അവിടെ സന്ദർശിക്കാവുന്നതാണ്. ശ്രീകോവിലും ചില കാര്യങ്ങളും ഒഴികെ ബാക്കി ഈ ക്ഷേത്രം പൂർണ്ണമായും ആധുനികവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. പ്രശസ്ത ബിസിനസ്മാനും ഫിലാന്ത്രോപ്പിസ്റ്റുമായ ഡോക്ടർ RN ഷെട്ടിയാണ് ഈ പ്രതിമയുടെ നിർമ്മാണത്തിനുള്ള ചിലവുകൾ വഹിച്ചത്. സൂര്യകിരണങ്ങൾ നേരിട്ട് ഈ പ്രതിമയിൽ വന്ന് പതിക്കുകയും ശിവപ്രതിമ സുന്ദരമായി തിളങ്ങുകയും ചെയ്യുന്ന രീതിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി നടത്തിയിരിക്കുന്നത്. സന്ധ്യയോടടുപ്പിച്ച് ദീപങ്ങൾ തെളിഞ്ഞപ്പോൾ അതിനു മുമ്പ് കണ്ടിരുന്ന മുരുഡേശ്വർ തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റം. ശിവപ്രതിമയ്ക്കരികിൽ നിന്ന് താഴേക്ക് വന്ന് കടൽ ഭിത്തിയോട് ചേർന്ന് നിന്നിരുന്ന കടൽ തീരത്തേക്ക് ഇറങ്ങി. നേരം നന്നേ ഇരുട്ടി തുടങ്ങി. നിരവധി തട്ടുകടകൾ നിരയായി നിൽപ്പുണ്ട്. ഫ്രഷായ മീനുകളെ അവിടുന്ന് തന്നെ വൃത്തിയാക്കി പൊരിച്ചെടുക്കും നിരവധി ഇടങ്ങൾ. മുരുഡേശ്വരിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് ഒരു അയല പൊരിച്ചത് കഴിച്ചു. ഭട്കലിലേക്ക് ലാസ്റ്റ് ബസ് എപ്പോഴാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി. ലാസ്റ്റ് ബസ് 8 മണിക്കാണെന്ന് അറിഞ്ഞപ്പോൾ ആശ്ചര്യം തോന്നി. നിരവധി തീർത്ഥാടകർ ദിനംപ്രതി എന്നോണം വന്നു പോകുന്ന ലോകപ്രശസ്തമായ ഇടം. പബ്ലിക് ട്രാൻസ്പോർട്ട് ഇത്ര ശുഷ്കമാണോ? ഇങ്ങോട്ട് വന്നതിനെ പറ്റി ഓർത്തു. ഭട്കലിലെ നിലവാര ലോഡ്ജിൽ നിന്നും ബസ് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ബസ് സ്റ്റാൻഡിൽ കയറാതെ 150 മീറ്റർ അകലെയുള്ള ജംഗ്ഷനിൽ ചെന്ന് നിന്നു. നിറയെ ടെമ്പോ വാനുകൾ മുരുഡേശ്വരേക്കായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആളുകൾ നിറയുന്നതിനനുസരിച്ച് ഓരോ വാനുകൾ എടുത്തുകൊണ്ടിരുന്നു. 17 രൂപയാണ് ചാർജ്. 20 മിനിറ്റ് കൊണ്ടാണ് മുരുഡേശ്വറിൽ എത്തിച്ചേർന്നത്. താമസിയാതെ മുരുഡേശ്വർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. യാത്ര തുടങ്ങാനായി ഒരു ബസ് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഭട്കലിൽ പോവില്ല, പക്ഷെ നിങ്ങൾക്ക് ബൈപ്പാസിൽ ചെന്നിറങ്ങാം. അവിടെ നിന്നും ഭട്കലിലേക്ക് വണ്ടി കിട്ടും, ബസ് കണ്ടക്ടർ പറഞ്ഞു. സമയം 7:45 ആകുന്നതേ ഉള്ളൂ. ബൈപ്പാസിൽ ഇറങ്ങി. അവിടെ കുറച്ചു പേർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോവേണ്ടത്? അതിലൊരാൾ എന്നോട് തിരക്കി. ഭട്കലിലേക്ക്. ഈ സമയത്തൊന്നും ബസ്സില്ലാത്തതിനെ പറ്റി കുറച്ച് കൗതുകത്തോടെ ഞാൻ അയാളോട് സംസാരിച്ചു. ഇവിടെ ഭരണാധികാരികൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കേരളത്തിലാണെങ്കിൽ ഇത്ര പ്രസിദ്ധമായ ഒരു ഇടത്തേക്ക് ഈ സമയങ്ങളിലൊക്കെ ബസ് ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല. ജനങ്ങൾ ബസ് ചോദിച്ചു വാങ്ങും. ഞാൻ പറയുന്നത് അയാൾ ശരിവെച്ചു. ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെടില്ല. ആവശ്യപ്പെട്ടാൽ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് വളരെ വ്യത്യസ്തമാണ്. അയാൾ കേരളത്തെ നന്നായി സ്നേഹിക്കുന്ന ഒരു കന്നഡക്കാരനാണെന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് വ്യക്തമായിരുന്നു. അല്പസമയത്തിന് ശേഷം ടെമ്പോ വന്നു. തിരിച്ചും ടെമ്പോയിൽ തന്നെ.
ഹോട്ടലിൽ തിരിച്ചെത്തിച്ചേർന്നപ്പോൾ റിസപ്ഷനടുത്ത് നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെട്ടു. നിങ്ങളെപ്പോലെയുള്ള യാത്രികർ ഇവിടെ താമസത്തിന് വരണം, അവൻ തുടർന്നു. സോഷ്യൽ മീഡിയയിൽ ബഡ്കലിനെ പറ്റി വളരെ മോശമായ റിവ്യൂസാണുള്ളത്. നിങ്ങൾ ബഡ്കലിനെ കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കണം, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ശരിയാണ്. 2 ദിവസം ബഡ്കലിൽ തങ്ങിയ എനിക്ക് വളരെ സൗഹൃദത്തോടെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ തന്നെയാണ് കാണാനിട വന്നത്. ഒരിടത്ത് പോലും ഒരു നെഗറ്റീവ് ടച്ചുള്ള അന്തരീക്ഷം എനിക്ക് അനുഭവപ്പെട്ടതേയില്ല.